ഒരൊറ്റ മാസം തികയുന്നതിന് മുൻപ് ആദ്യത്തെ അഴിമതി ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പൊ എത്ര കിട്ടിയെന്ന് ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. മാസം അഴിമതി ആരോപണമാണ് ഉണ്ടാകുന്നത്. അത് അവരവരുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ഈ കുത്തക കമ്പനി അവരെ സമീപിച്ചു, തൊട്ടേക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാണ് ജയ്ക്ക് പറയുന്നത്. അത് തൊട്ടു എന്ന് മാത്രമല്ല, തലയിൽ എടുത്തു വെച്ച് ഓടുന്ന സാഹചര്യം കാണാൻ പോകുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഈ ആരോപണങ്ങൾ മുഴുവനും വരുന്നത്. അത് ഈ മദ്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ശരി അങ്ങനെ, പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, PM ശ്രീയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് മാത്രമാണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നത്. എങ്ങനെ സാധിക്കുന്നു? എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. മാധു, ഈ അഴിമതി ആരോപണം എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് മാധു ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നോക്കണം. അഴിമതിയാണ്. ഇപ്പൊ ജയിക്കിനെ ഈ ചർച്ചയ്ക്ക് വിളിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ അഴിമതിയാണ് എന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിച്ച അഴിമതിയാവോ? ആവോ? ഒരു വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും വസ്തുതകളുടെ പിൻബലത്തിൽ വേണ്ടേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്തായാലും ജയ്ക്ക് പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ജയ്ക്ക് വളരെ വിദഗ്ധമായിട്ട് ഈ വാദമില്ലാതെ വരുമ്പോ യഥാർത്ഥ ചോദ്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റതും പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്താ പറഞ്ഞത്? ബജറ്റിലെ ഒരു നിർദ്ദേശത്തെ സംബന്ധിച്ച് ബജറ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് അടിയന്തര പ്രമേയം കൊടുക്കുന്നവർ തലയ്ക്ക് വെളിവില്ലാത്തവരാണോ? അത്ര സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ നിർത്തണോ? പിന്നെ ഞാൻ നിർത്തണോ? നീയല്ലേ തുടങ്ങി വെച്ചത്, ഇപ്പൊ നീ തന്നെ നിർത്തണം. എന്താ പറയുക, നിർദോഷകരമായിട്ടല്ല പറഞ്ഞത്. അതിൽ വളരെ കൃത്യമായി ചില മതങ്ങളെയും ചില മതനേതാക്കന്മാർക്കും തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കുത്തിത്തിരിപ്പ് പണി വരെ കയറി കാണിച്ചു ഇല്ലേ? എന്നിട്ട് ഈ PM ശ്രീ പദ്ധതി ഞങ്ങൾ ഒപ്പിട്ടെഴുതി തള്ളിയതാണ് എന്ന് കിടന്ന് മെഴുകിയ ജയ്ക്ക് ഞാൻ മെഴുകി എന്നാണ് പറയുന്നത്. എന്റെ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തെ, അത് മാത്രമല്ല കള്ളവും കൂടി പറഞ്ഞു കേട്ടാ, ഈ സർക്കാർ വന്നതിന് ശേഷം മിൽമാപ്പാല് കൂട്ടി, വില കൂട്ടി. ആരായിരുന്നു മിൽമാപ്പാല് വില കൂട്ടിയത്? മാധു ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ പറയുന്നത്. അത് വസ്തുതാപരമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യും. അങ്ങ് ഈ വിഷയം പറയൂ, ഈ വിഷയം പറയൂ. ശ്രീ രാജു പിന്നാരി, ഇപ്പൊ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറയട്ടെ, മാധു അങ്ങനെ ഇടപെടല്ലേ. എന്നെ അനാവശ്യമായിട്ട് പല കാര്യങ്ങൾ പറയാനും സാഹചര്യം കൊടുത്തിട്ട് ഞാൻ മറുപടി പറയുമ്പോഴേക്കില്ലേ ജയ്ക്ക് അങ്ങനെ എന്താ പറയാ അറിയാതെ പറയുന്നൊന്നുമല്ല. ഞാൻ പറയില്ലേ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ UDF 100 സീറ്റിൽ ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് ഒരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞ ആളാണ് ജയ്ക്ക്. ആ മാധ്യമപ്രവർത്തകർ പറയണ CPM എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല, ആകെ ജയിക്കാൻ പറഞ്ഞു. അപ്പൊ ജയിക്കിന് കാര്യങ്ങൾ അറിയാത്ത ആളല്ല, വളരെ കൃത്യമായിട്ട് ജയിക്കിന് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന ആളാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ രാഷ്ട്രീയം വെച്ച് തെറ്റിദ്ധരിപ്പിച്ച് പറയണം. ഒന്ന്, ഞാൻ ചോദിച്ച ചോദ്യം ജയ്ക്ക് മറുപടി പറഞ്ഞില്ല, മാധു മറുപടി പറയിക്കാൻ ശ്രമിച്ചില്ല. കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം, ആ മദ്യനയം തെറ്റായിരുന്നു ജയ്ക്ക് സമ്മതിച്ചിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അതിൽ കഴമ്പുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ നയത്തിൽപ്പെട്ട കാര്യമാണിത്. രണ്ട്, ശ്രീകുമാർ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ മാധു പറഞ്ഞൊരു കാര്യം, ചോദിച്ചത് ഭരണപക്ഷത്തോടല്ലേ അതോ പ്രതിപക്ഷത്തോടായിരുന്നോ ചോദ്യങ്ങൾ? മാധു ഞാൻ ഇതിനകത്ത് ഇത് ഉപയോഗിക്കുന്ന കാരശ്ശേരി മാഷിനോടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളോടോ അല്ലെങ്കിൽ മദ്യവിരുദ്ധ സമിതിയോടോ എനിക്ക് വാദമില്ല. എന്റെ വാദം കഴിഞ്ഞ ഗവൺമെന്റ് അംഗീകരിച്ച മദ്യനയത്തെ വിരുദ്ധമായിട്ട് ഇന്ന് ഇവിടെ നിന്ന് വാദം ഉന്നയിക്കുന്ന CPM-നോടാണ് എന്റെ ചോദ്യം. അത് ധാർമ്മിക പ്രശ്നമല്ലേ? അത് ഇരട്ടത്താപ്പല്ലേ? ആ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കണ്ടേ എനിക്ക്? അതല്ലാതെ ഞാൻ രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? അപ്പോ അതിനെ സംബന്ധിച്ച് ജയ്ക്ക് അക്ഷരം മിണ്ടുന്നില്ല. പിന്നെ കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. മാധു നേരത്തെ പറഞ്ഞൊരു വാദം, എന്തുകൊണ്ട് വില കുറച്ചു കൊടുത്തേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ മദ്യനയത്തിന് അല്ലെങ്കിൽ സർക്കാരിൽ നിലനിൽക്കുന്ന മദ്യനയത്തിന് ഘടകവിരുദ്ധമല്ലേ മാധുവിന്റെ ചോദ്യം? എന്തിനാ മദ്യനയത്തിൽ ഇത് വീര്യം കുറഞ്ഞ മദ്യം വിപണനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞെന്തിനാ? മദ്യ ഉപയോഗം കുറയ്ക്കാൻ. ഞാൻ ചോദിക്കട്ടെ, വീര്യം കൂടിയ മദ്യത്തിനും വീര്യം കുറഞ്ഞ മദ്യത്തിനും ഒരേ വിലയിട്ടാൽ ഏത് മേടിക്കും മാധു? എന്താണ് ആ നയത്തിൽ ഇവർ പറഞ്ഞ ഉദ്ദേശം? എന്തായിരുന്നു?
വീര്യം കൂടിയ മദ്യം മദ്യ ഉപഭോഗം കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഫെർമെന്റേഷനിലൂടെയാണ് എന്നാണ് ആ നയം പറയുന്നത്. കൃത്യമായി അതിനകത്ത് ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. ചക്കയിൽ നിന്ന്, കശുമാവിൽ നിന്ന്, അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്ന്. നിങ്ങൾ അങ്ങനെയാണോ തീരുമാനം വന്നിരിക്കുന്നത്? ബക്കാടി കമ്പനി അങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? മാധു ഞങ്ങൾ എന്ത് തീരുമാനിച്ചു? മാധു എന്ന് പറയാം. ഞങ്ങൾ എന്താ തീരുമാനിച്ചത്? ബക്കാടി കമ്പനിയുടെ അപേക്ഷ, ബക്കാടി കമ്പനിയുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? ബക്കാടി കമ്പനിയുടെ അപേക്ഷ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കാര്യം? ബക്കാടി കമ്പനിയുടെ അപേക്ഷയുടെ ഞാൻ പറഞ്ഞു തീർക്കാൻ അനുവദിക്കുക. ഒന്ന്, നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം നിലനിൽക്കുന്ന മദ്യനയത്തിന് ഘടകവിരുദ്ധമാണ്. കാരണം അത് പറയുന്നത് വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടി വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കണം. നിങ്ങൾ വീര്യം കൂടിയ പറയട്ടെ മാധു. അല്ല മാധു അത് ശരിയല്ല. മാധു അത് ശരിയല്ല. ഈ വിഷയത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ചർച്ചകൾ. ആ ചർച്ചയിൽ പറയാൻ അനുവദിക്കുന്നില്ല എന്നെങ്കിൽ ശരിയല്ല. ജനങ്ങൾ മനസ്സിലാക്കട്ടെ. നിങ്ങൾ വീര്യം കൂടിയ മദ്യത്തിനും വീര്യം കുറഞ്ഞ മദ്യത്തിനും ഒരേ വില വെച്ചാൽ ഏതാണ് മേടിക്കാൻ പോകുന്നത്? അപ്പോ മദ്യനയത്തിന് ഘടകവിരുദ്ധമല്ലേ ആ വാദം? ഒന്ന്. രണ്ടാമത്തെ ശരവേഗമായിരുന്നു ഫയലിന്. എങ്ങനെയാ ശരവേഗം സംഭവിച്ചത്? ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ട് 20 or 25 ദിവസം നടക്കുമ്പോ 19-ാം തീയതി ഈ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. 19-ാം തീയതി അവതരിപ്പിക്കേണ്ട ബജറ്റിൽ വരേണ്ട കാര്യം ഈ ജൂൺ മാസം അവസാനോ ജൂലൈ മാസമോ തീരുമാനം എടുത്താൽ മതിയോ? ഈ ബജറ്റിൽ തന്നെ വരണമെന്നുള്ള നിർബന്ധം എന്തിനായിരുന്നു? മെയ് 21 ശേഷം അത് പ്രഖ്യാപിച്ചാൽ എന്തെങ്കിലും പറ്റിപ്പോകുമോ? പറയട്ടേന്ന് മാധു പറയട്ടെ. ഒരു സർക്കാരും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്ത് പ്രഖ്യാപിക്കുക സർക്കാരിന്റെ പ്രോഗേറ്റീവാണ്. നിങ്ങൾക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഞാൻ രാഷ്ട്രീയമായി മറുപടി പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? 19 തീയതി അവതരിപ്പിക്കുന്ന ബജറ്റിൽ 16-ാം തീയതി തീരുമാനമെടുത്തതിന് നിങ്ങൾ ശരവേഗം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ? ബജറ്റ് നിർദ്ദേശം അങ്ങാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. രണ്ടും രണ്ടാണ്. ഒന്ന്, സർക്കാർ ടാക്സേഷൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സർക്കാരിന് ടാക്സേഷൻ തീരുമാനിക്കണമെങ്കിൽ ബക്കാടി കമ്പനിക്ക് അനുമതി കൊടുക്കണമെന്ന് മാനദണ്ഡമില്ല. ബക്കാടി കമ്പനിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ശരവേഗത്തിൽ പോയത്. ബക്കാടി കമ്പനിക്ക് ആരനുവാദം കൊടുത്തു? ആ ഫയലാണ് സാർ പോയത്. ബക്കാടി കമ്പനിക്ക് ആ ഫയലാണ് സാർ പോയത്. ഏത് ഫയൽ? സർക്കാരിന് ടാക്സേഷനുമായി ബന്ധപ്പെട്ട്. ഒരു മിനിറ്റ് മാധു പറയൂ. എന്താ മാധു പറയണേ? മാധു വെറുതെ മാധുരു കാര്യം അറിയാത്ത പോലെ പറയരുത്. ഒരു ബജറ്റിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട മദ്യത്തിന് ഇത്ര രൂപ നികുതി നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിക്കാണോ ആ തീരുമാനം? ബക്കാടി മാത്രമാണോ ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നത്? എന്തൊക്കെ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അക്യുമൻ ഇല്ലേ? നിങ്ങളുടെ ഒരു ജേർണലിസ്റ്റിക് അക്യുമൻ ഇല്ലേ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ മാധ്യമ പ്രവർത്തനം? സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ബജറ്റിലെടുത്ത തീരുമാനം ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട 20% 0 മുതൽ 10% ആൽക്കഹോളിന് ഒരു നികുതിയും 10 മുതൽ 20% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതിന് മറ്റൊരു നികുതിയും നിശ്ചയിക്കുന്നു. ഏത് കമ്പനിയാണുള്ളത്? അതുകൂടി പറയൂ. ഏത് കമ്പനിയുടെ അപേക്ഷയാണുള്ളത്? 2022 മദ്യനയത്തിൽ സ്പിരിറ്റിൽ നിന്ന് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നോ LDF-ന്റെ മദ്യനയം? ഇത് പറയൂ. സ്പിരിറ്റിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു LDF-ന്റെ മദ്യനയം. നിങ്ങൾ ആ നയമാണോ പിന്തുടരാൻ തീരുമാനിച്ചത് ശരവേഗത്തിൽ? മാധു നോക്കൂ മാധു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. മാധു ഇപ്പോ വളരെ നിർബന്ധപൂർവം അല്ലെങ്കിൽ വലിയ ദുരുദ്ദേശത്തോട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്താണ് 2022-23 മദ്യനയം? ആ മദ്യനയത്തിൽ പറയുന്നത് വീര്യം കൂടിയ മദ്യ ഉപയോഗം കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കണം. ആ പ്രോത്സാഹിപ്പിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുമ്പോൾ അത് ഈ പഴവർഗ്ഗങ്ങൾക്കും ഫ്രൂട്ട്സും ഉൾപ്പെടെയുള്ള ഇതിന് ഗുണകരമാകും എന്നുള്ളത് മാത്രം. വലിയ പ്രകടമായ പ്രശ്നമുണ്ട് ശ്രീ രാജു പി നായർ. ഈ ഫയൽ നീക്കം ഞാൻ വായിക്കാം. ഇത് തെറ്റാണ്. ഇത് ആ നിലയ്ക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല ശ്രീ രാജു പി നായർ. ഈ ഫയൽ നീക്കത്തിന്റെ സബ്ജക്ട് ഞാൻ വായിക്കാം. ഡിപ്പാർട്ട്മെന്റ് റെപ്രസെന്റ്
ഫ്രം വായിക്കൂ, ബക്കാഡി വായിക്കൂ, ഇന്ത്യ പ്രൈവറ്റ് വായിക്കൂ, ലിമിറ്റഡ് വായിക്കൂ. എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഈ ഫയലിൽ ഞാൻ കൃത്യമായി അതല്ല എഴുതിയിട്ടുണ്ട്. മാധു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്ത് തെറ്റിദ്ധാരണ? ദുരുദ്ദേശത്തോട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ആ. ഞാൻ പറഞ്ഞത് 2002 കേക്കൂ ഞാൻ 2022-23 LDF സർക്കാർ അനുവദിച്ച പാസാക്കിയ No. ഇന്നും നിലനിൽക്കുന്ന മദ്യനയത്തെ കുറിച്ചാണ് അല്ല, ഞാൻ പറഞ്ഞത്. അല്ല, അല്ല, ഞാൻ അല്ല, ഏതെങ്കിലും അല്ല, ആവേശത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ വിഷമത്തോടു കൂടി ഞാൻ പറയുകയാണ്. പറഞ്ഞത് കളവാണ്. ഇല്ല, ബജറ്റ് അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് നീങ്ങിയ ഫയൽ LDF-ന് മദ്യനയമാണോ? ബജറ്റ് അവതരിപ്പിക്കാനുണ്ട് എന്നതുകൊണ്ട് മറ്റന്നാൾ ബജറ്റ് അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് നീങ്ങിയ ഫയൽ LDF-ന് മദ്യനയമാണോ? LDF-ന് മദ്യനയമാണോ? അങ്ങനെ പറയരുത്. ബജറ്റ് അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് നീങ്ങിയ ഫയൽ LDF-ന് മദ്യനയമാണോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഒരു മിനിറ്റ് അങ്ങ് എന്റെ മുറയിലെ ഞാൻ പറയുന്ന കാര്യങ്ങളെ എന്റെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വേണ്ടിയോ വ്യക്തിപരമാണോ? നിങ്ങളുടെ അല്ല നിങ്ങളെന്തിനാ ഞാൻ വ്യക്തത വരുത്തുമ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞ് വ്യക്തത വരുമ്പോ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത് സാർ അങ്ങ് പറഞ്ഞത് ബജറ്റ് അവതരിപ്പിക്കാൻ തിടുക്കമുള്ളത് കൊണ്ട് ഫയൽ നീക്കിയത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട് സാർ. സാർ ഒന്ന് വായിക്കാമോ? ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ല സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. സാർ എഴുതിയിട്ടുണ്ട് റെപ്രസെന്റേഷൻ ഫ്രം ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എഴുതിയിട്ടുണ്ട് സാർ. പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം.